പൊങ്കാല. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. നോർമലി ഈസ് എ പോപ്പുലർ സ്പോർട്ട് ഇൻ സൗത്ത് കേരള, അല്ലേ? ഒളിമ്പിക്സ് എന്നൊക്കെ പറയാം. ഇനി ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നു, നിങ്ങളൊക്കെ വലിയ ഏത്തിസ്റ്റുകളാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര സയൻസ് ഒക്കെ പറയുന്നവരാണ്. ഇത് നോക്കൂ, സുധാമൂർത്തി ആറ്റുകാൽ പൊങ്കാലയിടുന്നു. ഇൻഫോസിസ് സ്ഥാപകനായിട്ടുള്ള നാരായണമൂർത്തിയുടെ ഭാര്യ, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക, ഋഷി സുനക്കിൻ്റെ അമ്മായിയമ്മ. ഋഷി സുനക്ക് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് UK. അങ്ങനെ ഒരാൾ ചെയ്യുന്നൊരു കാര്യത്തെ ആണോ നിങ്ങൾ എന്നുവെച്ചാൽ നിങ്ങൾക്ക് മാത്രമാണോ ബുദ്ധിയുള്ളത്, നിങ്ങൾക്ക് മാത്രമാണോ വിവരമുള്ളത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു പന്തികേട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. കാരണം ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പം ഞാനങ്ങോട്ട് നടന്നു പോകുന്നു, ഈ പൊങ്കാല സമയത്ത് നമ്മുടെ ഒരു ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്തും സഞ്ചരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് നമ്മുടെ കൈകളിലെ രക്തധമനികളെല്ലാം കെട്ടിവെക്കുന്നതിന് തുല്യമാണ്. നിങ്ങളൊരു വണ്ടിയായിട്ട് പോകുന്നില്ല, അപ്പോൾ നിങ്ങൾ ആശുപത്രിയിൽ പോകുമായിരിക്കും, നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകുമായിരിക്കും, നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോകുമായിരിക്കും, ഓഫീസിൽ പോകുമായിരിക്കും, നിങ്ങളൊരു വാർത്ത നിങ്ങളുടെ പത്രം ഓഫീസിൽ എത്തിക്കാൻ പോകുമായിരിക്കും. നിങ്ങളുടെ അവകാശമാണ് സഞ്ചരിക്കുക എന്നുള്ളത്. ആ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താണ് വേറെ സർക്കാരിന് അത് ചെയ്യാം. ചിലപ്പോൾ ഈ ട്രൈബൽ ഏരിയയിലൊക്കെ നിങ്ങൾ പോകാൻ പാടില്ല, യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറയും. അതിൻ്റെ എക്സെപ്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള അവകാശാധികാരം നമുക്ക് ഭരണഘടന തരുന്നുണ്ട്. ഈ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതിനെ നോർമലൈസ് ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പോൾ രണ്ട് രീതിയിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച ഞാൻ 2 ദിവസം വീട്ടിൽ ഞാൻ ഈ വൈകിട്ട് ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. 2 ലൈവുകൾ തടസ്സപ്പെട്ടു. കാരണം എൻ്റെ ഇവിടെയുള്ളൊരമ്പലം, ഇവിടെയുള്ളൊരമ്പലം, പിന്നെ ഇവിടെ എല്ലാ അമ്പലങ്ങളുണ്ട്. അടുപ്പ് കൂട്ടിയോണം ഒരു 10 അമ്പലങ്ങളുണ്ട്. ഈ 2 അമ്പലങ്ങളിലെ കെട്ടുകാഴ്ച സ്ഥിരം കാഴ്ചകളാണ്. വണ്ടിക്കുതിര, കാള കൊണ്ടുപോകും. അപ്പോൾ ഇതെടുത്ത് അവർ റോഡിലിറക്കും. വേറെ എങ്ങും ഉത്സവം നടത്താൻ പറ്റില്ലല്ലോ, റോഡിലിറക്കും. അപ്പം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ കറണ്ട് അങ്ങ് ഓഫ് ചെയ്യും. KCB കറണ്ടില്ല, വെള്ളമില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. കാറുമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബൈക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എവിടെ പോകുന്നു? അവിടെ കേട്ടാ ഈസ് ഹാവിങ് എ നൈസ് ടൈം. ഈ ആഘോഷിക്കുന്നവർ, അവരോട് നമ്മൾ ചോദിക്കുക, ആർട്ടിക്കിൾ 19 പ്രകാരം നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ആഘോഷിക്കുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. അവർക്കുള്ള ഇഷ്ടമുള്ള രീതിയിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആരും തടഞ്ഞിട്ടില്ല. അവരൊന്നും ത്യജിക്കുന്നില്ല. അവരെ കറണ്ട് അവരില്ലാതാണോ പോകുന്നത്? ഒന്നാമത് അവർക്ക് റോഡിൽ കറണ്ട് വേണ്ട, പക്ഷേ അമ്പലത്തിൽ ജനറേറ്റർ ഉണ്ട്, കെട്ടുകാഴ്ചയ്ക്ക് കൊണ്ടുപോകുന്ന വണ്ടിയിലും വലിയ ജനറേറ്റർ ഉണ്ട്. കറണ്ടും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, വെള്ളവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് ഏത് വെള്ളമാണ് എന്നുള്ളതാണ്. ഇവർക്കിതെല്ലാം ഉണ്ട്. പക്ഷേ നീ അവിടെ നിൽക്ക്, നിനക്ക് വേണ്ട കറണ്ടും വേണ്ട വെള്ളവും വേണ്ട. ഇനി ഇതങ്ങോട്ട് കെട്ടുകാഴ്ച അമ്പലത്തിലോട്ട് കയറി കഴിഞ്ഞാലോ, അവിടെ നേരിട്ട് കറണ്ട് വേണമല്ലോ ഈ സ്റ്റേജ് പ്രോഗ്രാമിനല്ല. അത് ജനറേറ്റർ ആണെങ്കിൽ പിന്നെ നഷ്ടമാണല്ലോ. അപ്പോൾ ഉടനെ വീണ്ടും തിരിച്ചു കുത്തിയില്ലെങ്കിൽ KCB-കാരുടെ പ്രതിസ്മരണയായിരിക്കും. അതും ഇവരുടെ ഭാഗത്ത്. അപ്പം ഇവർ നടത്തുമ്പം മറ്റുള്ളവർക്ക് പാടില്ല, ഇവർക്കിത് ഫുള്ളായിട്ട് വേണം. ഇത് ശരിക്കും ഒരു ക്രിമിനൽ ആക്റ്റാണ്. ഇതെന്തുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പൊങ്കാലയുടെ സമയത്ത് ഒറ്റ ആംബുലൻസ് പോലും പോകണ്ട, അവിടെ നിൽക്കട്ടെ. ആംബുലൻസ് നാളെ മതി. എന്താണ് ഇപ്പോൾ ആംബുലൻസ് ഒക്കെ? എല്ലാ റോഡുകളും 2 ദിവസം റോഡുകളെല്ലാം അങ്ങ് തടയുകയാണ്. പൊങ്കാല കഴിഞ്ഞാൽ ഉടനെ ട്രെയിൻ അങ്ങോട്ട് വേണം, ബസ് ഇങ്ങോട്ട് വേണം. പൊങ്കാല ഇട്ട സ്ത്രീകൾക്ക് വീട്ടിലെത്താൻ കഴിയാതെ വിഷമിക്കുന്നു വാർത്ത. 2 ദിവസം വിഷമിച്ചവരെ കുറിച്ച് നമ്മുടെ പത്രക്കാരും ഒന്നും പറയില്ല. ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഭരണഘടനയുടെ സംബന്ധിച്ചുള്ള നമ്മളുടെ അവകാശങ്ങളുടെ ലംഘനം നടക്കുമ്പോൾ നമ്മളത് നോർമലൈസ്. പലരും എനിക്ക് പറയാറുണ്ട്, ഒരു ദിവസമല്ലേ ഉള്ളൂ ഉത്സവം. നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ്റെ വീട് പവിത്രേശ്വരത്താണ്. ഒന്ന് യാത്ര ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമാണെങ്കിൽ നിങ്ങൾ ഒരു ഉത്സവത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒരു ദിവസം 3 എണ്ണത്തിൽപ്പെട്ട് 3.5 മണിക്കൂർ വൈകിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റിയിട്ടാ, നീ എവിടെ പോകുന്നത്? എവിടെ ഈ പോകുന്നത്? ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് വയലൻസ് ആണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? ചിലർ പൊങ്കാല ഇടാറുണ്ട്. പൊങ്കാല ഇടുന്നതൊക്കെ വളരെ രസകരമാണ്. തണൽ നോക്കി, വീട് നോക്കി, വെയിലത്തിരുന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയിൽ ഒന്നും കിട്ടണമെന്നില്ല. പിന്നെ വെയിലത്തിരുന്ന് പൊങ്കാലിട്ട കളറൊക്കെ പോയി ആകെ ഇതാവും. വീട് അന്വേഷിച്ച് വളരെ സംഭവമാണ്. കളറായിട്ട് തന്നെ എല്ലാം ചെയ്യും. ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട്, മലയാള മനോരമയുടെ ഒരു രേഖൻ ചോദിക്കുകയാണ്, അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് വാമനപുരത്തു നിന്നാണ്. എന്നിട്ട് അവരങ്ങോട്ട് മൈക്കിനായിട്ട് പറയാം, ഞാൻ 8 വർഷമായി പൊങ്കാല ഇടുകയാണ്, എനിക്കിതുവരെ ഒരു ഗുണവും ഇല്ല എന്നവർ പറയുന്നത്. അല്ലേ, അത് ഓക്കെ, അത് നോർമൽ സംഭവമാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ള ആ ലേഖിക
ആ ജേർണലിസ്റ്റിൻ്റെ അമ്മ അങ്ങനെ പറയുന്നു അവർ ആ ജാളിയത്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്സ്. എനിവേ, ഇത് ആരിട്ടാലും സുധാ അവരിടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ അന്ധവിശ്വാസങ്ങളാണ് ഏറ്റവും അവരാകുമ്പോൾ അവരുടെ ശാസ്ത്രജ്ഞാനം കൂടി ഉപയോഗിച്ചുകൊണ്ട്, സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട്, നോളജ്, ഇവരെല്ലാം നമ്മളെക്കാൾ നോളജബിൾ ആയിരിക്കും, ഒരുപാട് എബിലിറ്റി ഉള്ളവരായിരിക്കാം, കഴിവിലൊക്കെ നമ്മൾ ഒരുപാട് പിറകിലായിരിക്കും. പക്ഷേ നമ്മൾ ഇവർ ചെയ്യുന്ന തെറ്റാണ്, ഇത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. അത് സുധാമൂർത്തിയുടെ എനിക്കും അവരെ വളരെ ഇഷ്ടമാണ്, വളരെ ബഹുമാനമാണ്. പക്ഷേ തരൂർ നല്ലൊരു നേതാവല്ലേ, നല്ലൊരു നേതാവാണ്, പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ്, പൊതുവിൽ റെസ്പെക്റ്റ് ഉള്ള. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഇലക്ഷൻ സംഭവിച്ചത്? തുലാഭാരത്തിന് കയറിയിരുന്ന് പൊട്ടി വീണ് 1.5 ആഴ്ചയോ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, തൂക്കി കൊടുക്കുകയാണ്.